സതീശൻ വന്നാൽ കേരളം ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും പിണറായി വിജയനും. വി ഡി സതീശൻ ആ പദവിയിലേക്ക് വന്നാൽ കേരളം ഭരിക്കുന്നത് മറ്റാരുമായിരിക്കില്ല, ജമാഅത്തെ ഇസ്ലാമിയും സുഡാപ്പികളും പിണറായി വിജയനുമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമുക്കറിയാം, ഈ കഴിഞ്ഞ 5 കൊല്ലം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി ഇരുന്നു എങ്കിലും പിണറായി വിജയനോ ഇടത് സർക്കാരിനോ ഒരു അലോസരമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനങ്ങളും ഒരു പദം പോലും ഇദ്ദേഹം പറഞ്ഞിരുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നും പറഞ്ഞ് കുനിഞ്ഞു നിൽക്കുന്ന വിനീതദാസനായ പ്രതിപക്ഷ നേതാവിനെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. തൃശ്ശൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവായ ആ നേതാവിനെ ഇടിച്ച് ഇഞ്ചപ്പരവുമാക്കുന്ന വാർത്ത ടി വിയിലൂടെ വന്ന സമയം ഈ വി ഡി സതീശൻ പിണറായിയുടെ വലതുഭാഗത്തിരുന്ന് ഇലനക്കുന്ന കാഴ്ച നമ്മൾ ആരും മറന്നിട്ടില്ല. പിണറായി വിജയനോ പിണറായി വിജയന്റെ മകൾക്കോ പിണറായി വിജയന്റെ കുടുംബത്തിനോ അലോസരമുണ്ടാക്കുന്ന ഒരു ശബ്ദം പോലും ഈ വി ഡി സതീശൻ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ പിണറായിക്കോ പിണറായിയുടെ മകൾക്കോ എതിരെ ശബ്ദിച്ച മാത്യു കുഴനാടനെ പോലെയുള്ള മിടുമിടുക്കന്മാരായ യുവനേതാക്കന്മാരെ ഇയാൾ ഒതുക്കുകയും അവരെ ശബ്ദിക്കാതിരിക്കുവാനുള്ള സകല പ്രവർത്തനങ്ങളും ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇന്ന് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാക്കൾ സതീശന് വേണ്ടി പരസ്യപ്രഖ്യാപനവുമായി വന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ 5 കൊല്ലം ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ സ്വർണ്ണക്കടത്തും കള്ളക്കടത്തും ദുബായ് ആസ്ഥാനമാക്കിയുള്ള സകല തരികടകൾക്കും ഏജന്റായി പ്രവർത്തിച്ചത് ഈ വി ഡി സതീശനാണെന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കുന്ന ആ മാഫിയകൾക്കും മിഡിൽ ഈസ്റ്റിലെ കള്ളക്കച്ചവടം നടത്തുന്നവന്മാർക്കും വേണ്ടുന്ന ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് നൽകിയിരുന്ന ഒരു ഏജന്റായിരുന്നു ഈ വി ഡി സതീശൻ. എങ്ങനെ തൻ്റെ ഔദ്യോഗിക വസതിയിൽ ഭാര്യയെയും മകളെയും പോലും താമസിപ്പിക്കാതെ അത് തൻ്റെ രഹസ്യ താവളമാക്കി ഈ സുഡാപ്പി ബിസിനസ്സുകാർക്കും ഈ ജമാഅത്തെ ഇസ്ലാമികൾക്കും അവർക്ക് വേണ്ടുന്ന അവരുടെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിച്ച് പിണറായി വിജയനുമായി ലൈസണിങ് നടത്തി സകല പരിപാടികളും ചെയ്തു കൊടുക്കുന്ന ഏജന്റ് എന്ന നിലയ്ക്കാണ് ഈ വി ഡി സതീശൻ വർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്രകാരമുള്ള തങ്ങളുടെ കള്ളക്കമ്പട്ടങ്ങളുടെ കള്ളക്കച്ചവടങ്ങളുടെ പങ്കാളിയായ പാർട്ണറായ സംരക്ഷകനായ ഈ വി ഡി സതീശൻ ആ അധികാരത്തിൽ വന്നാൽ തുള്ളിക്കളിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും. ഈ കേരളം ഇവന്മാർ മുടിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടുത്തെ പല മന്ദിരങ്ങളും കനവക്കുന്ന് പാലസ് ഉൾപ്പെടെ ഇവന്മാർ നോക്കി വച്ചിരിക്കുകയാണ്. കുഞ്ഞാപ്പ ഒന്ന് നോട്ടവിട്ടതാണ് കനവക്കുന്ന് പാലസും നിശാഗന്ധിയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. കോവളത്തെ ആ പ്രമുഖമായ ആ ഹോട്ടൽ സമുച്ചയം, ആ ചരിത്ര സ്മാരകം വിറ്റുതുലച്ചതുപോലെ ഇവന്മാർ ചരിത്രപ്രസിദ്ധമായ പല കെട്ടിടങ്ങളും ഇപ്പോൾ തന്നെ കച്ചവടം അടിച്ച് അഡ്വാൻസ് മേടിച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ സുഡാപ്പികളുടെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കച്ചവടം, അവരുടെ കച്ചവടം കേരളത്തിൽ നടത്തണമെങ്കിൽ, അവരുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ ഇവിടെ നടത്തണമെങ്കിൽ, അതുപോലെ കർണാടക കേന്ദ്രീകരിച്ചുള്ള ആ മാഫിയകളുടെ MDMA മയക്കുമരുന്ന് കച്ചവടം ഇവിടെ താഴ്ച പറയണമെങ്കിൽ ഇവിടെ സതീശൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇവന്മാർ ഭയക്കുന്നു, KC വേണുഗോപാൽ മുഖ്യമന്ത്രി കസേരയിൽ വന്നാൽ പിണറായി വിജയനും മകൾക്കുമെതിരെയുള്ള സകല തട്ടിപ്പുകളും അന്വേഷണ വിധേയമാക്കും. ഈ വിജയനെയും മകളെയും കയ്യാമം വെച്ച് ജയിലിലടയ്ക്കുവാനുള്ള ആ സാധ്യത മുന്നിൽ കണ്ട് യാതൊരു കാരണവശാലും KC വരാതിരിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പിണറായി വിജയനും സംഘവുമാണ്. എന്തിനു വേണ്ടി? തങ്ങളുടെ കള്ളക്കമ്പട്ടങ്ങളുടെ പങ്കുകച്ചവടക്കാരനായ ഏജന്റായിരുന്ന വി ഡി സതീശൻ വന്നു കഴിഞ്ഞാൽ അപ്രകാരം നടത്തിയ കഴിഞ്ഞ 10 കൊല്ലം നടത്തിയ ആ തട്ടിപ്പുകളിലേക്ക് ഒരു വെളിച്ചം വീശില്ല, ആരും അന്വേഷിക്കില്ല, അവരെ ആരും കുറ്റപ്പെടുത്തത്തില്ല. അതുകൊണ്ടാണ് വി ഡി സതീശൻ വരണമെന്ന് പിണറായി വിജയനും ജമാഅത്തെ ഇസ്ലാമിയും ഇവിടുത്തെ സുഡാപ്പികളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സുഡാപ്പി ഹാനിൽ നോക്കുക, സോഷ്യൽ മീഡിയയിൽ കൂടി വി ഡി സതീശന് വേണ്ടി ഏറ്റവും കൂടുതൽ മുറവിളി കൂട്ടുന്നത് ഈ സുഡാപ്പികളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവരുടെ സകല കള്ളക്കമ്മട്ടകളും അനുസ്യൂതമായി യാതൊരു തടസ്സവുമില്ലാതെ നടക്കണമെങ്കിൽ ഈ കളങ്കിതനായ വി ഡി സതീശൻ ഇവിടെ വന്നേ പറ്റൂ. സതീശൻ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കള്ളപ്പാച്ചർമാർ തുള്ളിച്ചാടും. ഓർക്കുക, മതമേലധ്യക്ഷന്മാരുടെ തിണ്ണനിറങ്ങാൻ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞവനാണ് ഈ അടൂരിലെ ഒരു നാറിയ ഒരു വ്യഭിചാരിയായ പാസ്റ്ററുടെ മുന്നിൽ കുനിഞ്ഞു പോയി നിൽക്കുന്നത് നമ്മൾ കണ്ടു.
ഉമാ തോമസിനെ അടക്കം അവിടെ ഇവൻ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ടുപോയി നിന്നു. അതുപോലെ ഈ കള്ളന്റെ ദുബൈയിലുള്ള കടലാസ് സംഘടന വഴിയാണ് ഹവാല പണം കടത്തുന്നത്. ഈ വി.ഡി. സതീശനും ഈ കള്ളപ്പാച്ചർമാരും തമ്മിൽ എന്താണ് ബന്ധം? അവന്റെ പൈശാചിക സഭയുടെ വാർഷികത്തിന് വി.ഡി. സതീശൻ ആശംസ കൊടുത്തിരിക്കുന്നു. ഈ വാർത്ത കൊടുത്തതിനെതിരെ ഞങ്ങൾക്കെതിരെ ഇവൻ പരാതി കൊടുത്തു, യൂട്യൂബിൽ പരാതി കൊടുത്തു, ആ വാർത്ത റിമൂവ് ചെയ്യിപ്പിച്ചു. പക്ഷേ ഞങ്ങൾ അതിനെ ചലഞ്ച് ചെയ്തു, ആ വാർത്ത തിരികെ കൊണ്ടുവന്നു. ഇപ്പോൾ ഇതാ വെക്കേഷൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് ആ വീഡിയോകൾ പിൻവലിപ്പിക്കാനുള്ള ഓർഡർ ഇവർ കരസ്ഥമാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഇവൻ അധികാരത്തിൽ വരുമ്പോൾ ഇപ്രകാരമുള്ള ഇവൻ ഈ ഹവാല ഇടപാടുകാരും ഈ കള്ളപ്പാച്ചറായിട്ടും ഇവൻ വഴിയാണ് ഇവൻ പണം കടത്തിയിരുന്നത് എന്നൊക്കെയുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവാൻ പാടില്ല. അതിനു മുമ്പ് അത് നീക്കം ചെയ്യിക്കുവാൻ വേണ്ടിയാണ് ഈ പണി ചെയ്തതെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഇതുപോലെ കളങ്കിതനായ, ഓർക്കുക, വ്യക്തിജീവിതത്തിൽ പോലും യാതൊരു സംശുദ്ധിയും ഇല്ലാത്ത ജീവിതം നയിച്ച ഓഫീസ് സെക്രട്ടറി ആയിരുന്ന താരകേശന്റെ ആ ഭാര്യ, ആ സ്ത്രീ പറഞ്ഞു തോർക്കുക. അതുപോലെ തന്നെ പ്രമുഖ കവിയത്രിയായിരുന്ന അവരുടെ മകളെ, അവരുമായിട്ടുള്ള ഇയാളുടെ ബന്ധം എന്തായിരുന്നു? മകളെയും ഭാര്യയെയും ഉപേക്ഷിച്ച് ആ സ്ത്രീയെ പ്രാപിക്കുവാൻ നടന്ന, അവരുടെ കൂടെ പോവാൻ ശ്രമിച്ച ഇയാളെ ഉമ്മൻചാണ്ടിയാണ് സഹായിച്ച് തിരിച്ച് വീണ്ടും കുടുംബജീവിതത്തിലേക്ക് നയിച്ചത്. അങ്ങനെ വ്യക്തിജീവിതം. അതുപോലെ ബദറുദ്ദീൻ, ദുബായിലെ വ്യഭിചാരശാല നടത്തിപ്പുകാരനായ, ഇവന്മാരൊക്കെ തുള്ളിച്ചാടും. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായാൽ സെക്രട്ടറിന്റെ മുമ്പിൽ ഇവന്മാർ വ്യഭിചാരശാല ആരംഭിക്കും. കാരണം സംരക്ഷകനായി വീടിയുണ്ട് പോലും. അതുകൊണ്ട് വേറെ ആരായാലും ശരി, ഈ നരാധമൻ യാതൊരു കാരണവശാലും ആകാൻ പാടില്ല. കോൺഗ്രസ് നേതൃത്വം ശ്രദ്ധിക്കണം. ഈ വി.ഡി. സതീശൻ വന്നാൽ ഇവിടുത്തെ ആ ഒരു സന്തുലിതാവസ്ഥ തകിടം മറിയും. ഇവിടെ സുഡാപ്പികളും ജമാഅത്തെ ഇസ്ലാമിയും ഇവിടം കൈയാളും. തീവട്ടിക്കൊള്ളക്കാരന്മാരും മതക്കച്ചവടക്കാരന്മാരും ഇവിടെ ആനന്ദിക്കും. കാരണം അവരെ എല്ലാം വി.ഡി. സതീശൻ തുറന്നുവിടും. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം ഇവിടെ ഉണ്ടാവരുത്. ഇയാളെ കൊണ്ട് കഴിഞ്ഞ 25 കൊല്ലം ഈ രാഷ്ട്രീയ കേരളത്തിനോ ഈ പാർട്ടിക്കോ യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ഇയാൾ ഇനി ഒരു അവസരം കിട്ടിയാൽ ഇയാൾ എന്താ ഉലത്തുമെന്നാണ് പറയുന്നത്? വിസ്മയം ഉണ്ടാക്കും പോലും. ഇയാൾ ഒരു വിസ്മയവും ഉണ്ടാക്കത്തില്ല. പിണറായി വിജയനേക്കാളും നാറിയ ഭരണമായിരിക്കും. ഒരു തികഞ്ഞ ഏകാധിപതിയുടെ, ഒരു സോഷ്യോപാത്തിന്റെ ഭരണമായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതിന് നാം അനുവദിച്ചുകൂടാ, അതിനൊരു അവസരം ഉണ്ടായിക്കൂടാ. കോൺഗ്രസ് നേതൃത്വം അതിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് മനസ്സിലാകും. മിടുമിടുക്കന്മാരായ കോൺഗ്രസിലുള്ള മറ്റു നേതാക്കന്മാർ മുന്നോട്ട് വരണം. അവർ മന്ത്രിസഭയുണ്ടാക്കണം. മികച്ച ഭരണം ഉണ്ടാവണം. അപ്രകാരം ഒരു മികച്ച ഭരണം നടത്തിയാൽ വീണ്ടും തുടർഭരണം അവർക്ക് ലഭിക്കും. കാരണം കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചിരിക്കുകയാണ്. രാജവെമ്പാല പോയപ്പോൾ അണലി വരുന്നു എന്നൊരു അവസ്ഥ ഇവിടെ ഉണ്ടാവരുത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ്, യാതൊരു കാരണവശാലും വി.ഡി. സതീശൻ വരരുത്. കെ.സി.യെ ഒതുക്കുവാൻ ശ്രമിക്കുന്ന കെ.സി.യെ എന്തിന് ഇയാൾ ഭയപ്പെടുന്നു? കെ.സി. വേണുഗോപാലിനെ എന്തുകൊണ്ട് പിണറായി വിജയൻ ഭയപ്പെടുന്നു? കാരണം കെ.സി. വന്നാൽ ഈ പിണറായി വിജയന്റെ കഴിഞ്ഞ 10 കൊല്ലത്തെ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്രകാരം ആ തട്ടിപ്പുകൾ വന്നാൽ വി.ഡി. സതീശന്റെ തലയും പോകുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ടാണ് PR ഏജൻസികളെ വെച്ച് കെ.സി. വേണുഗോപാലിനെതിരെ ഈ പടപ്പുറപ്പാട് നടത്തുന്നത്, രമേശ് ചെന്നിത്തലയെ ഒതുക്കുവാൻ നോക്കുന്നത് എന്നൊക്കെയുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇയാളുടെ പണം വാങ്ങിയ ഇവിടുത്തെ PR ഏജൻസികളുടെ സ്ട്രാറ്റജി അനുസരിച്ച് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ വാർത്തകൾ, ഈ സതീശന് വേണ്ടി കൂട്ടുന്ന മുറവിളി, അത് ജനങ്ങളുടെ മുറവിളിയല്ല. ഇത് പണം വാങ്ങിയ PR ഏജൻസികളുടെ, പണം വാങ്ങിയ മാപ്രകളുടെ, പണം വാങ്ങിയ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളുടെ മുറവിളിയാണ്. അത് അവരുടെ ആവശ്യമാണ്. വാങ്ങി തിന്ന പണത്തിന്റെ നന്ദി കാണിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഈ വാർത്തയുടെ ഈ സത്യാവസ്ഥ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഈ കേരളത്തിലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഈ സത്യം പങ്കുവച്ച് നൽകുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.